ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 5-ാമത്തെ സർഗം രാമവിപ്രലംബ, അതായത് രാമവിലാപം. സാധുനീലേന വിധിവത്സ്വാരക്ഷാസു സമാഹിത, സാഗരസ്യോത്തരേ തീരെ സാധുസേനാ നിവേശിത. മൈന്ദശ്ച ദിവിദശ്ചോവോ തത്ര വാനരപുംഗവോ, വിജയരദുശ്ചതാം സേനാം രക്ഷാർത്ഥം സർവതോ ദിശം. നിവിഷ്ടായാം ദുസേനായാം തീരെ നദനദീപദേ, പാർശ്വസ്ഥം ലക്ഷ്മണം ദൃഷ്ട്വാ രാമോ വചനമബ്രവീത്. സമുദ്രത്തിൻ്റെ ഉത്തരതീരത്തിൽ യഥാവിധി വേണ്ട ശരിയായ കരുതലോടുകൂടി കാവലോടുകൂടി നീലൻ വാനരസേനയെ നിവേശിപ്പിച്ചു. മൈന്ദൻ, വിവിധൻ എന്നീ വാനരശ്രേഷ്ഠർ ആ സേനയിലെമ്പാടും രക്ഷാകാര്യങ്ങൾ നോക്കാനായി സഞ്ചരിച്ചു. കടൽ തീരത്ത് സേന താവളമടിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തു നിൽക്കുന്ന ലക്ഷ്മണനെ നോക്കി രാമൻ അരുളി: ശോകശ്ചാകിലകാലേന ഗച്ഛതാഹ്യപഗച്ഛതി, മമ ചാപശ്യത കാന്താം ഹന്യഹനി വർദ്ധതേ. നമേ ദുഃഖം പ്രിയാ ദൂരേ നമേ ദുഃഖം ഹൃദേ ദിവാ, ഏതദേവാനുശോചാമി വയോസ്യാഹ്യതി വർത്തതേ. വാഹി വാദയത കാന്താ താം സൃഷ്ട്വാ മാമഭിസ്പൃശ, ത്വയി മേഘാത്ത സംസ്പർശം ചന്ദ്രേ ദൃഷ്ടി സമാഗമാ. തന്മേ ദഹതി ഗാത്രാണി വിഷംബീതമിവാശയേ, ഹാ നാദേതി പ്രിയാ സാ മാം പ്രിയമാണാ യദബ്രവീത്. തദ്വിയോഗേന്ദനവദ തച്ചിന്താ വിപുലാർച്ചിഷ, രാത്രിന്ദിവം ശരീരം മേ ദഹ്യതേ മദനാഗ്നിന. അവഗാഹ്യാർണവം സ്വപ്സ്യേ സൗമിത്രേ ഭവതാ വിന, കഥഞ്ചിത് പ്രജ്വലൻ കാമോ നമാം സുപ്തം ജലേ ദഹേത്. ബഹ്വേതൽ കാമയാനസ്യ ശക്യമേതേന ജീവിതം, യതഹം സാജവാമോരു ഏകാം ധരണിമാഷിതോ. കേദാരസ്യേവ കേദാരാസോദകസ്യ നിരൂദക, ഉപസ്നേഹേന ജീവാമി ജീവന്തിം ഹർഷിണോമിതാം. കഥാനോ ഖലു ശുശ്രോണിം ശതപത്രായതേക്ഷണം, വിജിത്യ ശത്രുൻ രക്ഷ്യാമി സീതാമിവ ശ്രിയം. കഥാനോ ചാരുബിംബോഷ്ടം തസ്യ പത്മമിവാനനം, ഈശദ്ുന്നമ്യ പാസ്യാമി രസായനമിവാതുര. തസ്യാസ്തോ സംഹതോ പീനോസ്തനോതാലവലോപമോ, കഥാനോ ഖലു സോൽകമ്പോ ശിഷ്യന്ത്യോ മാം ഭജിഷ്യത. സാ നൂനം അസിതാപാംഗീ രക്ഷോ മധ്യഗതാ സതി, മന്നാദാനാദഹീനേവ ത്രാതാരം ജ്ഞാതിഗച്ഛതി. കാലം കഴിയുന്നതോടെ ശോകം പോകുമ്പോൾ, എന്നാൽ എനിക്കോ കാന്തയെ കാണാഞ്ഞ് നാൾക്കുനാൾ അയലേറുന്നു. പ്രിയ ദൂരെയായതിലോ അപഹരിക്കപ്പെട്ടതിലോ അല്ല എനിക്ക് ദുഃഖം, അവളുടെ വയസ്സ് അതിക്രമിക്കുന്നല്ലോ എന്നോർത്താണ് എനിക്ക് ദുഃഖം. കാറ്റേ, എൻ്റെ കാന്ത ഇരിക്കുന്നിടത്തേക്ക് അടിക്കുക, അവളെ സ്പർശിച്ചിട്ട് വന്ന് എന്നെയും സ്പർശിക്കുക. നീ വഴിക്ക് രാത്രസ്പർശവും ചന്ദ്രനിൽ കൂടി എനിക്ക് ദർശനലാഭവും ഉണ്ടാകും. അപഹരിക്കപ്പെടുമ്പോൾ ആ നാഥ എന്നെൻ്റെ പ്രിയ ചെയ്ത വിലാപം എന്നുള്ളിൽ ഇരുന്ന് കുടിച്ച വിഷം പോലെ എൻ്റെ സർവ്വ അവയവങ്ങളെയും ഹരിക്കുന്നു. അവളുടെ വിയോഗമാകുന്ന വിറകും തച്ചിന്തയാകുന്ന തീനാളവും ചേർന്ന മദനാഗ്നി ഇരവുപകൽ എൻ്റെ ദേഹത്തെ ദഹിപ്പിക്കുന്നു. ലക്ഷ്മണ, നിന്നെ വിട്ട് ഞാൻ കടലിൽ മുങ്ങിക്കിടന്നുകൊള്ളാം. ഇങ്ങനെ കിടന്നാൽ ആളുന്ന കാമാഗ്നി ജലത്തിൽ എന്നെ ചുട്ടിരിക്കുകയില്ല. കാമുകന് ഉയർന്നിർത്തുവാൻ ഇത് മതിയാകും. ഞാനും ആ വാമാങ്കിയും ഒരേ പാരിലല്ലേ പാർക്കുന്നത്. നീരറ്റ വയലിൻ്റെ ഈർപ്പം കൊണ്ടെന്ന പോലെ അവൾ ഉയിരോടെ വാഴുന്നു എന്ന വാർത്ത കേട്ട് ഞാൻ ജീവിക്കും. ശത്രുക്കളെ എന്നാണ് ഞാൻ നിർമ്മിഴിയാളായ സുശ്രോണിയെ ഉഷ്ടശ്രീയെ എന്ന പോലെ കാണുക. അവളുടെ പതനാംബുജം തെല്ലുയർത്തി സുന്ദരദന്തങ്ങളാർന്ന അതരകുടത്തെ ആതുരൻ രസായനത്തെ എന്ന പോലെ ഞാൻ പാനം ചെയ്യുന്നത് എന്നോ. അവളുടെ താലപലോപമങ്ങളും പീനങ്ങളും നിരന്തരങ്ങളുമായ സ്തനങ്ങൾ ഉൽകുമ്പോൾ തുളുമ്പിക്കൊണ്ട് എന്നോട് ചേർന്നിടും. അരക്കർ നടുവിലകപ്പെട്ട കരിമിഴിയാളായ സതി നാഥനായി ഞാൻ ഉണ്ടെങ്കിലും അനാഥയായി രക്ഷകനെ കാണാതെ കഴിയുന്നു. കഥം ജനകരാജസ്യ ദുഹിദാസാ മമ പ്രിയ, രാക്ഷസീ മധ്യകാശേദേ രക്ഷാദ ശരദസ്യ ജ.
കഥാവിക്ഷോഭരക്ഷാംസി സ വിധൂയോൽപതിഷ്യതി വിധൂയ ജലധാ നീല ശശിരേഖ ശരൾ ശിവ സ്വഭാവതനുക നൂനം ശോകേനാനശനേന ജ ഭൂയസ്തനുതരാ സീത ദേശകാല വിഭജ്യയാത് കഥാ നോ രാക്ഷസേന്ദസ്യ നിധായോ രസിതായകാൻ തീതാം പ്രത്യാഹരിഷ്യാമി ശോകമുത്സൃജ്യമാനസം കഥാ നോ ഖലു മാം സാധി സീതാ സുരസുതോപമ സ്വൽക്കണ്ഠാഖണ്ഡമാലംബ്യ മുഷ്യത്യാനന്ദജംബയാ തഥാ ശോകമിമം ഘോരം മൈഥിലീ വിപ്രയോഗജം സഹസാ വിപ്രമോക്ഷ്യാമി വാസശുക്ലേതരം യഥാ ഏവം വിലപതസ്തസ്യ തത്ര രാമസ്യ ധീമത ദീനശയാൻ മന്ദരുചിർ ഭാസ്കരോസ്തമുപാഗമത് ആശ്വാസിതോ ലക്ഷ്മണേന രാമസന്ധ്യാമുപാസത സ്മരൻ കമലപത്രാക്ഷിം സീതാം ശോകാകുലീകൃതഃ ഇത്യാശ്രീ ശ്രീമദ്രാമായണേ വാൽമീകീയേ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം യുദ്ധകാണ്ഡേ രാമവിപ്രലംബോ നാമ പഞ്ചമസർഗഃ. ജനകരാജൻ്റെ മകളും ദശരഥൻ്റെ സ്നുഷയും എൻ്റെ പ്രിയയുമായവൾ രാക്ഷസികളുടെ നടുക്കുപെട്ട് കിടക്കുവതെങ്ങനെ? ഇളക്കാനാകാത്ത അരക്കരെ നീക്കി കരികാർമുകിലിനെ നീക്കി ശരത്തിലെ ശശിലേഖ പോലെ അവൾ എന്ന് ഉയർന്നു പോരുമോ? സ്വതേ ചടച്ച സീത അകൽ കൊണ്ടും പട്ടിണി കൊണ്ടും ദേശകാല പകർച്ചയാൽ ഏറെ ചടച്ചിട്ടുണ്ടാവും തീർച്ച. ലക്ഷ്മണന്റെ മാറത്ത് അമ്പുകൾ തറച്ച് ശോകം വെടിഞ്ഞ മനസ്സോടെ സീതയുടെ സന്താപം തീർക്കുവത് എന്നാണോ? സുരസുതോപമയും സാധിയുമായ സീത ഉത്കണ്ഠയോടെ എൻ്റെ കണ്ടത്തിൽ കെട്ടിപ്പിടിച്ച് അനന്തബാഷ്പം പൊഴിക്കുവത് എന്നാണോ? സീതാവിരഹം കൊണ്ടുണ്ടായി കൊടിയാഴൽ മുഷിഞ്ഞ തുണി എന്ന പോലെ എന്ന് ഞാൻ ഉടനടി വെടിയും. ധീമാനായ രാമൻ അവിടെ അങ്ങനെ വിലപിക്കെ പകലൊടുങ്ങി ഒളിവങ്ങിയ കതിരോൻ അസ്തമിച്ചു. ലക്ഷ്മണനാൽ ആശ്വസിപ്പിക്കപ്പെട്ട രാമൻ പത്മനേത്രയാ സീതയെ സ്മരിച്ച് ശോകാകുലനായി സന്ധ്യാവന്ദനം ചെയ്തു. ഇതോടുകൂടി 5ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.